മൈ ഡിയർ വ്യൂവേഴ്സ്, 888 മിറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും പോസിറ്റീവായിരിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, മറ്റെല്ലാം വിട്ടുകളയുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ കേട്ടോ. ഞാൻ ഇന്ന് നോക്കുന്നത് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തി എന്താണ് ചിന്തിച്ച് വച്ചിരിക്കുന്നത്, എന്താണ് എടുത്തിരിക്കുന്ന തീരുമാനം എന്നാണ് ഞാനിന്ന് നോക്കുന്നത്. റീഡിങ്ങിലേക്ക് പോകാം. എംബറസൊക്കെ ചിന്തിച്ച് വച്ചിരിക്കുന്നത് പറയുമ്പോൾ നിങ്ങളെപ്പറ്റി ചിന്തിച്ച് വച്ചിരിക്കുന്നത് എടുക്കണ്ടേ. ഫൈവ് പെൻഡിക്കലാണ് ബോട്ടം. അപ്പം ഫസ്റ്റത്തിന് ഏസ് ഓഫ് സോഡാണ്. ഏസ് ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ പുതിയൊരു തുടക്കം ആ വ്യക്തി ആഗ്രഹിക്കുന്നു. പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് ആ വ്യക്തി എഫേർട്ട് എന്തിനും തയ്യാറായിട്ട് ആ വ്യക്തി നിൽക്കുകയാണ്. പുതിയൊരു തുടക്കം വേണം. ബുദ്ധിപരമായി ചിന്തിച്ചിട്ട് നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബോണ്ടിങ് ശക്തമാക്കണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഏസ് ഓഫ് സോഡാണ്. നല്ലൊരു മനഃശക്തിയോടും കൂടെ, പവറോടും കൂടെ, ഒരു ക്ലാരിറ്റിയോടും കൂടെ ആഴമുള്ള ബന്ധമാക്കി മാറ്റണം എന്നാണ് ആ വ്യക്തി ചിന്തിച്ച് വെച്ചിരിക്കുന്നത് നിങ്ങളെക്കുറിച്ചിട്ട് കേട്ടോ. ഈ ബന്ധം എനിക്ക് എന്തായാലും വേണം. എന്താ വെച്ചാൽ ഇവിടെ എംബറസ് കിട്ടിയിട്ടുണ്ട്. ഇത് പാസ്റ്റ് ലൈഫിലെ ഉള്ള കണക്ഷനാണ്. അത്രയും നിങ്ങൾ ആ വ്യക്തിയുടെ കൂടെ ചേരുമ്പോൾ, നിങ്ങൾ രണ്ടുപേരും ഒന്ന് ചേരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ സക്സസ്സും എല്ലാവിധ ഉയർച്ചയും എല്ലാം വരുന്നത് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേരുമ്പോഴാണെന്നുള്ളത് ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട്. നല്ല രീതിയിൽ പോകണം. മറ്റുള്ളവരുടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനൊന്നും മൈൻഡ് ചെയ്യാതെ കണ്ട് നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കണം തന്നെ. ലൈഫ് നിങ്ങളെ കൂടെ തന്നെ ജീവിച്ച് തീർക്കണം എന്നാണ് ആ വ്യക്തി എടുത്തിരിക്കുന്ന അതിശക്തമായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരി, എൻ്റെ ഈ ജന്മം നിന്റെ കൂടെ തന്നെ ജീവിക്കണം എന്നാണ് ആ വ്യക്തി എടുത്തിരിക്കുന്ന തീരുമാനം. ചില അടുത്തത് എംബറസ് ആണ്. എംബറസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. അത്രയും ബോണ്ടിങ് ഉള്ളൊരു ബന്ധമാണ്. എല്ലാവിധ സക്സസ്സും നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്തിരുന്നത് എന്താണ്? മാതൃത്വം. ഒരു അമ്മ കുഞ്ഞിന് കൊടുക്കുന്ന പോലത്തെ ഒരു സ്നേഹം കൊടുത്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. എല്ലാവിധ സമൃദ്ധി, ബാലൻസ്, അബണ്ടൻസ് എല്ലാം രണ്ടുപേരും ഒത്തുചേരുമ്പോഴാണ് എല്ലാം ലൈഫിൽ കിട്ടുന്നത് എന്നുള്ളത് ആ വ്യക്തി മനസ്സിലാക്കി ചിന്തിച്ച് വച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളും രണ്ടുപേരും കൂടുമ്പോഴാണ് എല്ലാവിധ സക്സസ്സും വന്നു ചേരുന്നത്. എല്ലാവിധ സമൃദ്ധിയും എല്ലാ ബ്ലെസ്സിങ്ങും ഇതൊരു സോൾ കണക്ഷനാണ്. നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ആ വ്യക്തി എനിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും എന്താ പറയുക, നിങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ചെല്ലാം ഓർക്കുന്നുണ്ട്. അതിൽ അഭിമാനവും ഒരു അഹങ്കാരവും എല്ലാം ആ വ്യക്തിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് കിട്ടിയത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇതൊക്കെ ഓർക്കുന്നുണ്ട്. അത്രയും സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളെ ഓർക്കുന്നത് കേട്ടോ. ഒരു അൺകണ്ടീഷണൽ ലവ് ഫീൽ ചെയ്യുന്ന വ്യക്തിക്ക്
നിങ്ങൾ കൊടുത്ത ആ ഒരു അമ്മ കുഞ്ഞിന് കൊടുക്കുമ്പോഴത്തെ ഒരു സ്നേഹം, അതിൻ്റെ കാൽഭാഗവും ഞാൻ കൊടുത്തില്ലല്ലോ എന്നല്ല ആ വ്യക്തി ഇങ്ങനെ വിഷമിക്കുന്നത്. എനിക്ക് ഇത്രയും നല്ല സ്നേഹം തന്നൊരു വ്യക്തിയെ ഞാൻ അത്രക്കും കൊടുത്തില്ല, സ്നേഹം കൊടുത്തില്ല എന്ന ഒരു ദുഃഖമാണ് ആ വ്യക്തിക്കുള്ളത്. അപ്പം ആ സ്നേഹമെല്ലാം തിരിച്ചു തരണം എന്നൊക്കെയാണ്. അത്രയും ദൈവാനുഗ്രഹമുള്ളൊരു ബന്ധമാണിത്. ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് അതിശക്തമാണ്. ആ വ്യക്തി സ്വപ്നമെല്ലാം കാണുന്നുണ്ട് നിങ്ങളെക്കുറിച്ചിട്ട്. ചിന്തിച്ച് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് അത്രയും ഗുഡാണെന്നാണ് ആ വ്യക്തി മനസ്സിൽ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. എനിക്ക് കിട്ടിയിരിക്കുന്നത് ഞാൻ വിചാരിച്ചതിലും ഗുഡാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്നാണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കേട്ടോ. അടുത്തത് നൈനോസോഡാണ്. നൈനോസോഡ് എന്ന് പറഞ്ഞാൽ മാനസികമായി തകർന്ന് അത്രയും നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയിട്ടുണ്ട്, ചിറ്റിങ്ങും കാര്യവും എല്ലാം നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ അത്രയും ദുഃഖം അനുഭവിക്കുന്നുണ്ട് ആ വ്യക്തി. ടെന്നോസോഡ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെട്ട ഒരു അത്രയും വേദനാജനകമായ ഒരു അവസ്ഥയിലൂടെയാണ് ആ വ്യക്തി കടന്നു പോകുന്നത്. എന്നാലും നിങ്ങളെ നേടണം എന്ന് തന്നെയാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നം നടന്നോട്ടെ, എൻ്റെ ലൈഫ് നമ്മൾ ഒന്നിച്ച് തന്നെ ജീവിച്ച് തീർക്കണം എന്നതാണ് ആ വ്യക്തി എടുത്തിരിക്കുന്ന നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. നിങ്ങൾ തമ്മിലൊരു ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള എൻഡിങ്ങാണ് സംഭവിച്ചിട്ടുള്ളത്. പാസ്റ്റിലെ വേദനകൾ മറക്കാൻ കഴിയാത്തൊരവസ്ഥയിലൂടെയാണ് ആ വ്യക്തി കടന്നു പോകുന്നത്. ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട്. ഫാമിലി ഇഷ്യൂ ഉണ്ട്, മാനസികമായ സമ്മർദ്ദം, തേർഡ് പാർട്ടീൻ്റെ കൺട്രോള്, ഇതിലെല്ലാം പെട്ട ആ വ്യക്തി അങ്ങനെ എന്താ പറയുക, തകർന്ന് തരിപ്പണായിട്ട് കിടക്കുന്ന ഒരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത്. തേർഡ് പാർട്ടീൻ്റെ വളരെ കൺട്രോളുണ്ട്. നിങ്ങളൊന്ന് അങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ആ വ്യക്തി ആഗ്രഹിക്കുന്നതാണ്. എങ്ങനെയാലും തേർഡ് പാർട്ടീനെല്ലാം മാറ്റി നിങ്ങളുടെ ബന്ധം ബോണ്ടിങ്ങിൽ കൊണ്ടുവരണം എന്ന് ഫസ്റ്റ് നമ്മളിവിടെ ഏസോസോട് കണ്ടല്ലോ, എടുത്തിരിക്കുന്ന തീരുമാനം ഇതാണ്. അപ്പോൾ തേർഡ് പാർട്ടി വളരെ കൺട്രോളിംഗ് ഉള്ളൊരു തേർഡ് പാർട്ടിയാണ്. മാനസികമായിട്ട് ആ വ്യക്തി അത്രയ്ക്ക് ഒറ്റപ്പെട്ടു പോയൊരവസ്ഥയിലാണുള്ളത്. ഒറ്റപ്പെട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആ വ്യക്തിക്ക്. അടുത്തത് ഹെർമിറ്റാണ്. ഹെർമിറ്റ് എന്ന് വെച്ചാൽ ആ വ്യക്തി അതിൻ്റെ സത്യാവസ്ഥ ആ വ്യക്തിയുടെ ഉള്ളിൽ തന്നെ ചിന്തിച്ചെടുക്കുകയാണ്. എന്തെല്ലാം സംഭവിച്ചു പോയി, ഇതെല്ലാം ഇങ്ങനെയെല്ലാം സംഭവിച്ചു പോയല്ലോ എന്ന് ഓർത്തിട്ട് നിങ്ങൾ മാറി നിന്നപ്പോഴാണ്, നിങ്ങൾ തമ്മിൽ രണ്ടുപേരും ചേരുമ്പോഴാണ് എങ്ങനെ സക്സസ് വരുന്നത്. ഇതുപോലത്തെ സക്സസ് ആണ്. നിങ്ങൾ രണ്ടുപേരും ചേരുമ്പോഴാണ് ഇതേപോലെ സക്സസ്. എംബറസിൻ്റെ എല്ലാവിധ അബണ്ടൻസും എല്ലാവിധ കരിയറിലും പോന്നെടുക്കുക എല്ലാം ഉയർച്ച കിട്ടുന്നത്. നിങ്ങൾ സെപ്പറേറ്റ് ആകുമ്പം ഇതാണ് അവസ്ഥ. അപ്പം ആ വ്യക്തിയായ ഹെർമിറ്റ് അതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ആ വ്യക്തിയുടെ ഉള്ളിൽ തന്നെ അന്വേഷിക്കുക. എന്താണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ, ഈ ബന്ധത്തിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നാണ് ആ വ്യക്തി അന്വേഷിക്കുന്നത്. വിട്ടുപോകുമ്പം തകർന്ന് തരിപ്പണാവുന്ന ഒരവസ്ഥ, മാനസികമായും ശാരീരികമായും എല്ലാം, കരിയറിലും എല്ലാം ഒരു തകർച്ചയാണ് അനുഭവപ്പെടുന്നത്. അതാണ് ആ വ്യക്തിയുടെ ഉള്ളിൽ തന്നെ എന്താണതെന്ന് അന്വേഷിക്കുന്നത്. അടുത്തത് 3 of Wands ആണ്. 3 of Wands എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി ഉണ്ടെന്ന് ഉറപ്പിക്കുന്ന ഒരു കാർഡ്സ് കൂടിയാണ്. ആ വ്യക്തിൻ്റെ ഫാഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണ് ആ വ്യക്തി. നിങ്ങൾ നേടണം, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് പറ്റുന്നില്ല, അത്രയും മാനസികമായി വിഷം അനുഭവിക്കുകയാണ്. ചീറ്റിങ്ങും എല്ലാം നടന്നിട്ടുണ്ട് ഇവിടെ. അപ്പം ആ വ്യക്തി നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണ്. നിങ്ങളെ തന്നെ ഫോളോ ചെയ്യാൻ തീരുമാനം, നിങ്ങൾ തന്നെ നേടിയെടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ ചിന്തിച്ച് വച്ചിരിക്കുന്ന കാര്യം ഇതാണ്. എങ്ങനെയാലും തേർഡ് പാർട്ടീനെല്ലാം ഒരു സമയം വരുമ്പോൾ തേർഡ് പാർട്ടിയെല്ലാം മാറിപ്പോകും. തേർഡ് പാർട്ടീൻ്റെ ആ ഒരു ശ്രദ്ധയങ്ങ് മാറുമ്പോൾ നിങ്ങളിലേക്ക് എത്തിപ്പെടണം എന്നാണ്. ഇപ്പം തേർഡ് പാർട്ടി വളരെ ശക്തമായിട്ട് ആ വ്യക്തിനെ കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇതാണ് ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പം അതിൽ നിന്ന് മാറിയിട്ട്
കുറച്ച് തേർഡ് പാർട്ടി ഒന്ന് ശ്രദ്ധ മാറുന്ന സമയത്ത് നിങ്ങളിലേക്ക് എത്തിപ്പെടണം എന്നാണ് ആ വ്യക്തി ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത്. നിങ്ങളെ ഒരു തരത്തിലും നഷ്ടപ്പെടാൻ വിടാൻ പാടില്ല എന്നാണ് ആ വ്യക്തി എടുത്തിരിക്കുന്നത്. തേർഡ് പാർട്ടിക്ക് വേണ്ടിയാണ് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നിട്ടുള്ളത്. നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത്. ഒന്ന് നിങ്ങൾ ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ആ വ്യക്തി അതിയായി ആഗ്രഹിക്കുന്നത്, തേർഡ് പാർട്ടിന്റെ കൺട്രോൾ കാരണം ഈ വ്യക്തിക്ക് അങ്ങോട്ട് വരാൻ പറ്റണില്ല. അപ്പം നിങ്ങൾ ഒരിക്കൽ അങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ഇത് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിനെ ഇവിടെ കാണുന്നത്. പിന്നെ നിങ്ങളുടെ ആരെങ്കിലും പുറം രാജ്യങ്ങളിലോ മറ്റോ പോകാനെല്ലാം പിന്നെ ആഗ്രഹിച്ച് നിൽക്കുകയാണെങ്കിൽ അത് കാര്യം നടക്കുമെന്നും കൂടെ ഈ കാർഡ് സൂചിപ്പിക്കുന്നു. അത് ഒരാൾ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എടുക്കണം. പുറം രാജ്യങ്ങളിലേക്കും പോകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവർക്കാണെങ്കിൽ ആ കാര്യം സാധിച്ചു കിട്ടുമെന്ന് കൂടെ പറയുന്നു. ഭാവിയിൽ നിങ്ങളെ കൂടെ തന്നെ എൻ്റെ ഈ ലൈഫ് ജീവിച്ചു തീർക്കണം എന്നാണ് ആ വ്യക്തി എടുത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങളെ സ്വന്തമാക്കണം അത്ര കണ്ട് പിന്നെ മനസ്സിൽ തകർന്ന് സ്വപ്നം കാണുന്നൊരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത്. ആ വ്യക്തി അത്രയും സങ്കടം അനുഭവിക്കുന്നുണ്ട്. ഇമോഷണലി നിങ്ങളെ വേണം, സ്ഥിരമായ ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം. ഇനി ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് നിങ്ങളെ ഒരിക്കലും വിടാൻ പാടില്ല. നിങ്ങൾ അത്രമാത്രം നിങ്ങളും വേദനിക്കുന്നുണ്ട് എന്നുള്ളത് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ വേണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. നമ്മുടെ ലൈഫ് ഇങ്ങനെ തീർക്കേണ്ടതല്ല, എപ്പോഴും നിങ്ങളെ കൂടെ നിൽക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് മനസ്സമാധാനമുള്ളത്. ഇവിടെ വരുമ്പോഴത്തേക്ക് ആ വ്യക്തിയുടെ അവസ്ഥ ഇതാണ്. ഒരു തരത്തിൽ ആ വ്യക്തിക്ക് ഒരു മനസ്സമാധാനമില്ല, എല്ലാ ഇതും. അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കണം. പുതിയ പുതിയ ഒരുപാട് ഫീലിങ്സ് അങ്ങനെ തോന്നുകയാണ്. നിങ്ങളുമായിട്ടുള്ള പാസ്റ്റിലുള്ള ഓരോ ഓർമ്മകൾ അങ്ങനെ മിസ് ചെയ്യുന്നു. നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. മാപ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുകയെല്ലാം ചെയ്യുക, അടുത്ത് കാണുമ്പം ഈഗോ ആയിരിക്കും. നിങ്ങൾ അവരുടെ സൗഭാഗ്യമാണെന്ന് ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് ആ വ്യക്തി ഒന്ന് ചിന്തിക്കുന്നത്. സൗഭാഗ്യമാണല്ലോ എംപ്രസ്. നിന്നിൽ എത്തിച്ചേരുക എന്നുള്ളത് ആ വ്യക്തി പറയുന്നത് എന്താ വെച്ചാൽ, നിന്റെ അടുത്തേക്ക് എത്തിച്ചേരുക എന്നുള്ളത് വെരി വെരി ഡിഫിക്കൽട്ടാണെന്നാണ് ആ വ്യക്തി പറയുന്നത്. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാണുന്നത് കേട്ടോ. അതാണ് ആ വ്യക്തി. എങ്കിലും ആ വ്യക്തി ചിന്തിച്ചിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വച്ചിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഉള്ളിൻ്റെ ഉള്ളിലൊരു ചിന്തയുണ്ട്. ഉറച്ചിട്ട് നമ്മളിപ്പോൾ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്, പ്രശ്നങ്ങൾ അങ്ങനെ പലതും നടക്കുന്നുണ്ട്. പക്ഷെ ആ വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിച്ച് വച്ചിരിക്കുന്നത് എൻ്റെ എംബറസാണ്. അപ്പം എൻ്റെ ലൈഫ് നിൻ്റെ കൂടെ തന്നെ ലൈഫ് ജീവിച്ച് തീർക്കണം എന്നാണ് ആ വ്യക്തി ചിന്തിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. അതാണ് ആ വ്യക്തിയുടെ ഉറച്ച ചിന്തിച്ച് എടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ തേർഡ് പാർട്ടിനെയെല്ലാം കുറച്ചങ്ങോട്ട് മാറുന്ന സമയത്ത് ഞാൻ നിന്നിൽ വന്നു ചേരുന്നതാണ് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് ഡിഫിക്കൽട്ടാണ് നിൻ്റെ കൂടെ നിൻ്റെ അടുക്കെ വന്നു ചേരൽ ഡിഫിക്കൽട്ടാണ്. അത്രയും കൺട്രോളിങ് ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടിയാണ്. എങ്കിലും ഞാൻ അവിടെ എത്തിച്ചേരും എന്നാണ് ആ വ്യക്തി എടുത്തിരിക്കുന്നത്. ഒരു തീരുമാനം, ഉറച്ചൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവും ഇല്ല. അതിലെത്തിച്ചേരുക തന്നെ ചെയ്യും. അത് എടുക്കുന്ന തീരുമാനം ഉറപ്പില്ലെങ്കിലാണ് എത്തിച്ചേരാതിരിക്കുക. ആ വ്യക്തി ഉറച്ചൊരു തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ നിന്നിലേക്ക് വന്നു ചേരുമെന്ന്. പക്ഷെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് ആ വ്യക്തി പറയുന്നുണ്ട്. നിന്നിൽ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ വെരി വെരി ഡിഫിക്കൽട്ട് തന്നെ എന്നാണ് ആ വ്യക്തി പറയുന്നത്. എങ്കിലും അത്രയും പവർഫുള്ളായിട്ട് വരാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഇവിടെ ചീറ്റിങ്ങിൻ്റെ കാർഡാണ്. ചീറ്റിങ് നിങ്ങളെ തമ്മിൽ തെറ്റിച്ചിട്ടുണ്ട്, ചീറ്റിങ് സംഭവിച്ചിട്ടുണ്ട്. മറ്റുള്ളവരാലാണ് നിങ്ങൾ ഇവിടെ ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്നാണ് കാണുന്നത്. ചീറ്റ് ചെയ്തിട്ട് ഓടുന്നൊരു അത്രമാത്രം ഹാർട്ട് ബ്രേക്ക് നിങ്ങൾ രണ്ടുപേരും അനുഭവിക്കുന്നുണ്ട്. അപ്പം ആ ചീറ്റിങ്ങും അതെല്ലാം കുറച്ച് കാലത്തെ ഉണ്ടാവുള്ളൂ എന്നാണ് വ്യക്തി പറയുന്നത്. എന്നിട്ട് നിങ്ങളെ ആ വ്യക്തി പല വഴിക്കും നിങ്ങളെ അന്വേഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളെ അറിയുന്ന ആൾക്കാരോടും നിങ്ങളെ അങ്ങനെയെല്ലാം ഓരോ വഴിക്കെല്ലാം അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ കരുതുന്നതിലും അത്രയും പ്രണയമുണ്ട് ആ വ്യക്തിക്ക്.
പ്രകടിപ്പിച്ചിട്ടില്ല, അതുകൊണ്ടുള്ള വിഷമമുണ്ട്. നിങ്ങൾ അങ്ങോട്ട് കുറച്ച് പ്രകടിപ്പിച്ചത് കൊണ്ട് നിങ്ങൾക്ക് അത്രയും വിഷമം ഉണ്ടാവില്ല. ആ വ്യക്തി പറയുന്നത് ഞാനൊക്കെ ഒരമ്മ തരുന്ന പോലത്തെ സ്നേഹം തന്നിട്ടും ഞാനൊന്നും കൊടുത്തില്ല. അപ്പം ആ വിഷമവും കൂടെ ആ വ്യക്തി അനുഭവിക്കുന്നുണ്ട്, ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള. നിങ്ങൾ എന്തോ ആ വ്യക്തിയോടെ കൊണ്ട് പറഞ്ഞ പ്രവൃത്തിയോ വാക്കോ എന്തോ ഒന്ന് ആ വ്യക്തിയുടെ ഹൃദയം വല്ലാതെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അത്രയും നിങ്ങളെന്തോ ആ വ്യക്തിയെ പറയോ എന്തോ ഒന്ന് ചെയ്തത് ആ വ്യക്തിക്ക് ചിന്ത നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ വ്യക്തിക്ക് വളരെ വിഷമമുണ്ട്. അതുകൊണ്ടാണ് ആ വ്യക്തി ഇങ്ങനെ വിഷമിക്കുന്ന കാണുന്നത്. എന്തോ അത് ആ വ്യക്തിനെ വല്ലാതെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അടുത്തത് 7 of Wands ആണ്. ഇമോഷണലി സ്റ്റേബിൾ ആയിട്ട് ചെയ്തിട്ടുള്ളൊരു നേട്ടം ആ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തോ ഒരു ഇമോഷണലി ആ വ്യക്തി ഉറച്ച തീരുമാനം എടുക്കുമ്പോൾ തന്നെ ഇമോഷണലി നമുക്കൊരു സ്റ്റേബിൾ ആവുമല്ലോ. ഞാൻ എന്തായാലും അതിലെത്തിച്ചേരും, ഞാൻ അങ്ങനെ ചെയ്യും. അപ്പോൾ ആ വ്യക്തി ഈ ഹൃദയം തകർന്ന ഈ അവസ്ഥയിൽ നിന്ന് ഈ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ ഇമോഷണലി ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഇതായിട്ട് ആ വ്യക്തി ഇപ്പം ഉയർന്നു വന്നിട്ടുണ്ട് മാനസികമായിട്ട്. തകർന്നു പോയത് നിങ്ങളും ആ വ്യക്തിയെ കുറ്റപ്പെടുത്തി പറയുകയോ എന്തോ പ്രവർത്തിക്കുകയോ ചെയ്തപ്പോഴാണ് ആ വ്യക്തി തകർന്നു പോയത്. മറ്റെല്ലാവരും കുറ്റപ്പെടുത്തിയാലും നമ്മുടെ സ്നേഹിക്കുന്ന വ്യക്തി നമ്മളെ കൂടെ നിന്ന് ഒന്നും പറയുന്നില്ല എങ്കിൽ നമ്മൾ അങ്ങനെ മനസ്സ് വിഷമിക്കില്ല. നിങ്ങളും കൂടെ പറയുമ്പോഴാണ് ചെയ്യോ പ്രവർത്തിക്കുകയോ എന്തോ ചെയ്തതാണ് ആ വ്യക്തിയെ ഇത്രയും വേദനിപ്പിക്കുന്നത്. എന്ത് വേദനിച്ചാലും എന്ത് തേർഡ് പാർട്ടിയും പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ടൊരു തീരുമാനം ആ വ്യക്തിക്കുണ്ട്. വിചാരിച്ച് എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മുടെ ലൈഫ് നമ്മൾ ഒന്നിച്ച് തന്നെ ജീവിച്ച് തീർക്കും എന്ന തീരുമാനം. അപ്പം 7 of Wands എന്ന് പറഞ്ഞാൽ ഒരു സ്വന്തം ജീവിതത്തോട് പോരാടുന്നൊരു വ്യക്തിനെയാണ് കാണുന്നത്. പ്രശ്നങ്ങളുണ്ടല്ലോ, അപ്പോൾ അതിനെല്ലാം പോരാടിയിട്ട് ഞാൻ മുന്നോട്ട് വരും തന്നെ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നിയമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്ന് തന്നെയാണ് ആ വ്യക്തി ഒരു ജീവിതത്തോട് പൊരുതുന്ന ഒരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത്. ഇപ്പം ആ വ്യക്തി ഇമോഷണലി ഒന്നും സ്റ്റേബിൾ ആയിട്ടുണ്ട്. ആ തകർന്ന അവസ്ഥയിൽ നിന്ന് ഈ അവസ്ഥയിലെത്തി ആ വ്യക്തി ഒരു എന്താ പറയുക, സ്വന്തം ജീവിതത്തോട് തന്നെ പോരാടുകയാണ്. എന്തായാലും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഒരു പോരാട്ടത്തിന്റെ നടുവിലാണ് ആ വ്യക്തി ഉള്ളത്. ഒരു മനസ്സിനെല്ലാം ഒരു സ്റ്റേബിളാക്കി നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി ആ വ്യക്തി കേട്ടോ. അതുകൊണ്ടാണ് ആ വ്യക്തി ഇത്രയും ഉറച്ച തീരുമാനം എടുത്തിരിക്കുന്നത്. മറ്റുള്ളവരെല്ലാം ആ വ്യക്തിനെ തടസ്സപ്പെടുത്തുന്നുണ്ട്. മറ്റുള്ളവരെല്ലാം അത് വേണ്ട എന്നൊക്കെ പറഞ്ഞ് തടസ്സപ്പെടുത്തുന്നുണ്ട്. എങ്കിലും ആ വ്യക്തി ഉറച്ച ഒരു തീരുമാനം എടുത്തത് കാരണം ആ വ്യക്തിക്ക് മനസ്സിനൊരു നല്ല സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. മനസ്സെല്ലാം ഒരു ഓക്കെ ആയി വരുന്നുണ്ട്. ആദ്യം വളരെ തകർന്ന് വീണുപോയൊരവസ്ഥയായിരുന്നു. അതിൽ നിന്ന് ആ വ്യക്തി മാറി ഒരു മാനസിക ധൈര്യവും എല്ലാം ആ വ്യക്തിക്ക് ഇപ്പം കിട്ടുന്നുണ്ട്. ഒരു ബാക്കി തേർഡ് പാർട്ടീൻ്റെ അടുക്കെല്ലാം ഒരു ബൗണ്ടറി വെച്ച് നിൽക്കാൻ ആ വ്യക്തി ഇപ്പം കുറച്ച് പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആ തേർഡ് പാർട്ടി പറയുന്നത് പോലെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇപ്പം ആ വ്യക്തി കുറച്ചൊരു തേർഡ് പാർട്ടിക്കും മറ്റുള്ള ആ വ്യക്തിയിൽ നിന്നൊരു അകൽച്ചയിൽ നിർത്താൻ പഠിച്ചിട്ടുണ്ട് ആ വ്യക്തി. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്കൊരു മാനസികമായിട്ടും എനിക്ക് നേടാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം കിട്ടിയിട്ടുണ്ട് ആ വ്യക്തിക്ക്. അടുത്തത് ഹാങ്ഡ് മാൻ ആണ്. ഹാങ്ഡ് മാൻ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ കാഴ്ചപ്പാടല്ല. ആ വ്യക്തി തന്നെ തനിച്ചിരുന്നിട്ട് മറ്റാരെയും ആ വ്യക്തി ഇവിടെ തന്നെ ബൗണ്ടറി വെച്ചിട്ടുണ്ടോ. അപ്പം ആ വ്യക്തി മറ്റുള്ളവരെയൊന്നും എന്നിലേക്ക് അടുപ്പിക്കാതെ ഒരു പുതിയ കാഴ്ചപ്പാടും കാര്യങ്ങളെല്ലാം ആ വ്യക്തി മനസ്സിൽ കാണുക. ആ വ്യക്തി തന്നെ ഒരു സ്പിരിച്വൽ അവേക്കനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ദൈവികമായ ഒരു കണക്ഷൻ ആണല്ലോ. അപ്പം ആ വ്യക്തി സ്പിരിച്വലായിട്ട് തന്നെ
ഒരു ശിക്ഷ അനുഭവിക്കുന്ന ആ ഒരു മൂഡിലുമാണ്. ഇതെല്ലാം ഇതൊരു ശിക്ഷ തന്നെയല്ലേ ഇങ്ങനെ കഴിയുന്നത്. നിങ്ങളെ വിട്ടുകൊടുക്കാൻ ആ വ്യക്തി ഒരിക്കലും തയ്യാറാവില്ല. നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്ത സ്നേഹത്തിൽ ആ വ്യക്തി നിങ്ങളിൽ സറണ്ടാണ്. അത്രയും നല്ലൊരു സ്നേഹമാണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. അത്രയും സ്നേഹത്തോടു കൂടിയാണ് നിങ്ങളെ ആ വ്യക്തി ഓർക്കുന്നത്. നിങ്ങളോടുള്ള സ്നേഹം, ഫീലിങ്സും എല്ലാം ഉള്ളിലങ്ങനെ അടക്കി പിടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിനെ ഇവിടെ കാണുന്നത് കേട്ടോ. സ്നേഹം അങ്ങനെ ഉള്ളിലങ്ങനെ അടക്കി പിടിച്ചിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. അവരുടെ സിറ്റുവേഷനോ മോശമാണ്. അതിലെല്ലാം കൂടെ കുടുങ്ങി കിടക്കുന്നൊരവസ്ഥയാണ്. എന്നാലോ നിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ട് ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ എല്ലാം പ്രശ്നങ്ങളുടെ നടുക്കും നിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് വെച്ചിട്ടുണ്ട് ആ വ്യക്തി. ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്താണെന്ന് ഇവിടെ ഹെർമിറ്റ് ഉള്ളിൽ തന്നെ നോക്കി വെളിച്ചം പിടിച്ച് നിൽക്കുന്ന കണ്ടോ. ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് എന്താണ് ഈ വ്യക്തി ഇല്ലാതെ എനിക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ. ഈ വ്യക്തിയെ ഞാൻ ഇത്രയും സ്നേഹിച്ചിരുന്നോ എന്നൊക്കെ അന്ന് ഉള്ളില് ഈ റാന്തല് പിടിച്ചിട്ട് ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് തന്നെ ചിന്തിക്കുന്ന ആ വ്യക്തിയാണത്. അപ്പൊ എന്താണ് ഈ വ്യക്തിയെ ഞാൻ ഇത്രയധികം സ്നേഹിച്ചിരുന്നോ, ഈ വ്യക്തി ഇല്ലാതെ എനിക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് അതിൻ്റെ ഉറച്ച ഒരു തീരുമാനം. അടുത്തത് എയ്സോ വൺസ് ആണ്. എയ്സോ വൺസ് എന്ന് പറഞ്ഞാൽ പുതിയ തുടക്കം. എയ്സോസോട് ഇവിടെ കിട്ടി ലാസ്റ്റ് എയ്സോ വൺസ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ തുടക്കം. നല്ലൊരു ഇതുവരെ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നിട്ട് ഒരു പുതിയൊരു ലൈഫ് പുതിയൊരു ലവ്, പുതിയതായിട്ടൊരു പ്രപ്പോസൽ നിങ്ങൾക്ക് തന്നിട്ട് തുടങ്ങണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. പരിശുദ്ധമായൊരു പ്രണയമായിട്ട് ആ വ്യക്തി കാണുന്ന പുതിയ തുടക്കം അത്രയും ആഗ്രഹിച്ചിട്ടാണ് ആ വ്യക്തി ഒരു അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു വ്യക്തിനെയാണ് കാണുന്നത്. ആ വ്യക്തിയുടെ ലൈഫിലേക്ക് നിങ്ങളെ ഒരു പുതിയൊരു പ്രണയമായിട്ട് നിങ്ങളെ പ്രപ്പോസ് ചെയ്യണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഒരു പുതിയ വഴിയാണ് ആ വ്യക്തി തിരയുന്നത്. എയ്സോ വൺസ് എന്ന് പറഞ്ഞാൽ ഒരു പുതുമയോടുകൂടെ സ്റ്റാർട്ട് ചെയ്യണം. ഇതുവരെ നമ്മളെ ഇടയിൽ കഴിഞ്ഞ് ഒന്നും ഓർക്കാൻ പാടില്ല എന്നാണ് ആ വ്യക്തി നിങ്ങളോട് പറയുന്നത് കേട്ടോ. ഇതുവരെ എന്ത് കഴിഞ്ഞിനോ അതൊന്നും ഓർക്കുക പോലും വേണ്ട. അപ്പം പുതിയൊരു ലവായിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഇതിൽ നിന്നൊരു കാർഡ് എടുത്തോട്ടെ. വിഘ്നേശ്വരനും വന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഗണപതിയും സൂര്യദേവനും ഗണപതിയും ആണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം എല്ലാവിധ സക്സസ്സും അറിയാലോ. വിഘ്നങ്ങളെല്ലാം ഇതുവരെ ഉണ്ടായ വിഘ്നങ്ങളെല്ലാം മാറിയിട്ട് ഒരു സൺ കാർഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ. എല്ലാവിധ സന്തോഷത്തോടു കൂടെ നിങ്ങളുടെ ഈ ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കാനാണ് പറയുന്നത്. വിഘ്നങ്ങൾ ഇതുവരെ ഉണ്ടായ പ്രശ്നങ്ങളും എല്ലാം ആര് തട്ടിമാറ്റും? വിഘ്നേശ്വരൻ തട്ടിമാറ്റും. എല്ലാവിധ സന്തോഷവും സമൃദ്ധിയും സന്തോഷത്തോടു കൂടെ നിങ്ങൾ ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കും. വിഘ്നേശ്വരനെയും കിട്ടിയിട്ടുണ്ട്, സൂര്യദേവനെയും കിട്ടിയിട്ടുണ്ട്. അപ്പം മെസ്സേജ് കേട്ടോ. I want to be more than friends. എനിക്ക് നീ സുഹൃത്തുക്കും മുകളിൽ എന്ന് പറയില്ലേ. I want to tell you how I feel. എൻ്റെ ഫീലിങ്സ് നിന്നോട് എങ്ങനെ പറയണം.
ഐ വാസ് മൈ ഫാൾട്ട് ബട്ട് ഐ ബ്ലാംഡ് യു. അത് എൻ്റെ തെറ്റായിരുന്നു, പക്ഷേ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തി. പൂയം മാർച്ച്. രേവതി അക്കൗണ്ടൻറ്റ്. സ്ലിം ബോഡി ലോങ് ഹെയർ. കൊല്ലം തിരുവോണം. എറണാകുളം എൽ. തിരുവനന്തപുരം യു. ജൂലൈ രോഹിണി. ചതയം ഗൾഫ്. ഐ കൊല്ലം. ഉത്രാടം സോൾമേറ്റ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ കേട്ടോ. ഇത് ആർക്കെല്ലാം റെസനേറ്റ് ആവുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.